ഞാനും വൈറ്റനിങ് ക്രീംസ് യൂസ് ചെയ്ത് പോയി എനിക്ക് നിർത്താനായിട്ട് പറ്റുന്നില്ല. ഒരു ദിവസം യൂസ് ചെയ്യാണ്ടിരിക്കുമ്പോൾ നല്ല സ്കിന്ന് നല്ലതായിട്ട് ഡാർക്കൺ ആവുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് കുറെ പേര് DM മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അത് നമുക്ക് എങ്ങനെ മാറ്റിയെടുക്കാമെന്നും അതുപോലെ തന്നെ അവർക്ക് വേണ്ടിയിട്ട് ഒരു സ്കിൻ കെയർ റൊട്ടീൻ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്നും പറഞ്ഞുതരാം. ഹലോ ഗൈസ്, അപ്പൊ അഗെയിൻ ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ ഇന്ന് വന്നേക്കണ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുറെ പേര് എനിക്ക് പേഴ്സണലി മെസ്സേജ് അയക്കുന്നുണ്ട്. ഞാൻ സ്കിൻ വൈറ്റനിങ് ക്രീംസ് യൂസ് ചെയ്തു പോയി, പക്ഷെ നിർത്താനായിട്ട് ഒരു വഴിയില്ല. നിർത്തുമ്പോൾ തന്നെ സ്കിന്ന് നല്ലതുപോലെ ഡാർക്കൺ ആവണുണ്ട് എന്നൊക്കെ ഇങ്ങനെ കുറെ പേര് പറയുന്നുണ്ട്. എന്റെ സ്കിന്ന് കാണുമ്പോൾ തന്നെ പേടിയാവുന്നു, നിർത്താനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ട് പോലെ തോന്നുന്നുണ്ട് എന്നൊക്കെ കുറെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. അപ്പൊ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളിപ്പോ നിലവിൽ വൈറ്റനിങ് ക്രീംസ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യണം. എന്ന് വെച്ചാൽ നമുക്കിപ്പോ ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഇൻഗ്രീഡിയന്റ് ആണ് നമ്മുടെ സ്കിന്നിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത്, അതായത് സ്റ്റെറോയിഡ് കണ്ടന്റ്സ് ഒക്കെ. അപ്പൊ ഈ ഒരു ഇൻഗ്രീഡിയൻസ് നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുമ്പോ നമ്മുടെ സ്കിന്നിലുള്ള ലെയേഴ്സ് ആണ് പീലായിക്കൊണ്ട് പോവും. നമ്മുടെ സ്കിന്നിലുള്ള ലെയേഴ്സ് ആണ് പീലായിട്ടിരിക്കുന്നത്. അപ്പൊ അതൊന്ന് മാറ്റാൻ വേണ്ടി നമ്മൾ ചെയ്യാനുള്ള കാര്യം എന്ന് വെച്ചാൽ ആദ്യം സ്റ്റോപ്പ് ചെയ്യുന്ന ടൈം, ഇപ്പൊ ചിലപ്പോ ഡെയിലി യൂസ് ചെയ്യുന്നവരായിരിക്കും, ചിലപ്പോ ഒരു ദിവസം ഇടവിട്ട് യൂസ് ചെയ്യുന്നവരായിരിക്കും. അപ്പൊ യൂസ് ചെയ്യുന്നതിന്റെ ദിവസം ദിവസത്തിന്റെ എണ്ണം കുറയ്ക്കാന്നുള്ളതാണ്. ഇപ്പൊ ഡെയിലി യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഓരോ ദിവസം ഇടവിട്ട് യൂസ് ചെയ്യാനായിട്ട് നോക്കുക. ഇന്ന് യൂസ് ചെയ്യുകയാണെങ്കിൽ മറ്റന്നാൾ യൂസ് ചെയ്യുക, അത് കഴിഞ്ഞ് അതിന്റെ അടുത്ത ദിവസം യൂസ് ചെയ്യുക, ഇങ്ങനെ യൂസ് ചെയ്യുക. അത് കഴിഞ്ഞ് നെക്സ്റ്റ് വീക്ക് ആകുമ്പോഴത്തേക്കും പിന്നെയും 2 ദിവസം ഇടവിട്ട് യൂസ് ചെയ്യാനായിട്ട് നോക്കുക. നെക്സ്റ്റ് വീക്ക് ആകുമ്പോൾ 3 ദിവസം, അങ്ങനെ കുറച്ച് ഫൈനലി നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം മാത്രം എന്നുള്ള രീതിക്ക് കുറയ്ക്കാനായിട്ട് നോക്കുക. അപ്പൊ അതിനുശേഷം നമ്മൾ ഫോളോ ചെയ്യാനുള്ളത് ഒരു സ്കിൻ കെയർ റൊട്ടീൻ നമ്മൾ പ്രിപ്പയർ ചെയ്യാന്നുള്ളതാണ്. അത് മെയിൻ ആയിട്ടും ഒരു ഫേസ് വാഷ് ഇൻക്ലൂഡ് ആക്കാം, ഒരു മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ, ഇത്രയും യൂസ് ചെയ്താൽ മതി. പക്ഷേ ഈ ഒരു സ്റ്റെറോയിഡ് ക്രീം യൂസ് ചെയ്യുന്ന സ്റ്റോപ്പ് ചെയ്ത് ഒരാഴ്ച അങ്ങനെയൊന്നുമല്ല, ഏകദേശം കൂടിപ്പോയ ഒരു 3 ആഴ്ചക്ക് ശേഷം മാത്രമേ ഈ ഒരു ബേസിക് സ്കിൻ കെയർ റൊട്ടീൻ സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ ഫസ്റ്റ് ചെയ്യാനുള്ള കാര്യം ഒരു നല്ലൊരു ഫേസ് വാഷ് യൂസ് ചെയ്യാന്നുള്ളതാണ്. നമുക്ക് അതിന് വേണ്ടിയിട്ട് ഈ ഒരു സിമ്പിളിന്റെ ഫേസ് വാഷ് യൂസ് ചെയ്യാവുന്നതാണ്. അതായത് ചിലപ്പോ നമുക്ക് സ്കിൻ ടൈപ്പ് അറിയുന്നുണ്ടാവില്ലായിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ ഏത് സ്കിൻ ടൈപ്പ് ഏതൊക്കെ യൂസ് ചെയ്യണം അങ്ങനെ ഒരു ഐഡിയയും ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു സ്കിൻ കെയർ റൊട്ടീനാണ്. ഈ ഒരു ഫേസ് വാഷ് നമുക്ക് എല്ലാ സ്കിൻ ടൈപ്പിനും യൂസ് ചെയ്യാൻ പറ്റിയതാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് നല്ലൊരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യാന്നുള്ളതാണ്. അത് നമുക്ക് ഈ ഒരു പോൺസിന്റെ സൂപ്പർ ലൈറ്റ് ജെൽ മോയ്സ്ചറൈസർ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അത്യാവശ്യം ഇതും എല്ലാ സ്കിൻ ടൈപ്പിനും സ്യൂട്ട് ആവുന്ന തരത്തിലുള്ള ഒരു മോയ്സ്ചറൈസർ ആണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഒരു സൺസ്ക്രീൻ ആണ്. അതിന് നമുക്ക് ഈ ഒരു ഡോട്ട് ആൻഡ് കീയുടെ സൺസ്ക്രീൻ യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നോക്കാനായിട്ടുള്ളത്. പിന്നെ മെയിൻ ആയിട്ട് പറയാനുള്ളത് സൺസ്ക്രീൻ ചൂസ് ചെയ്യുന്ന ടൈമിൽ എപ്പോഴും SPF 50+ വരുന്ന സൺസ്ക്രീൻ മാത്രം യൂസ് ചെയ്യാനായിട്ട് നോക്കുക. കാരണം ഇപ്പോഴത്തെ ആ സൺലൈറ്റും കാര്യങ്ങളൊക്കെ നല്ലതുപോലെ അറിയില്ല. അതും ഈ ഒരു ഫെബ്രുവരി മാസം എന്നൊക്കെ പറയുന്ന അത്രയ്ക്ക് ചൂടാണ്. ഇത്രയും വർഷത്തിൽ ഉള്ളതിൽ ഏറ്റവും ചൂടുള്ള വർഷമാണ് ഇത്. അപ്പൊ അങ്ങനത്തെ ഉള്ള ഒരു സിറ്റുവേഷനിൽ നിൽക്കുമ്പോൾ നമ്മൾ സൺസ്ക്രീൻ മസ്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യുക. അതുപോലെ തന്നെ ഓരോ 2 മണിക്കൂറിലും റീ ആപ്ലിക്കേഷൻ ചെയ്തിട്ടിരിക്കുക. അപ്പൊ എല്ലാവരും ചോദിക്കും നമുക്ക് പുറത്തൊക്കെ പോകുമ്പോൾ അങ്ങനെ പോസിബിൾ അല്ല, പക്ഷെ നമ്മളത് ചെയ്തേ പറ്റുള്ളൂ. ഒരു സ്കിൻ കെയർ റൊട്ടീൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിൻ കെയറിലെ സൺസ്ക്രീൻ എത്രമാത്രം ഇമ്പോർട്ടന്റ് ആണോ അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ റീ ആപ്ലിക്കേഷൻ ചെയ്യാന്ന് പറയുന്നത്. ഇപ്പൊ വൈറ്റനിങ് ക്രീംസ് ഒക്കെ യൂസ് ചെയ്ത് ഒരു സ്കിന്നൊക്കെ വന്ന് നല്ല ഡാമേജ് ആയിരിക്കുന്നവരാണെങ്കിൽ ദയവ് ചെയ്ത് സ്കിൻ കെയർ റൊട്ടീനിൽ സെറംസ് ഇൻക്ലൂഡ് ആക്കാണ്ടിരിക്കാം. അതെന്തുകൊണ്ടാ പറയുന്നത് വെച്ചാൽ നമുക്ക് ഓൾറെഡി സ്കിന്നിൽ ഇപ്പൊ ഒരുപാട് നല്ല കെമിക്കൽസ് സംഭവം കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതൊരു ഹീൽ ചെയ്യാണ്ട് നമ്മളൊരു സെറംസ് അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ പിന്നെയും സ്കിൻ ഇറിറ്റേറ്റ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ അങ്ങനത്തെ ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള സെറംസ് ഒന്നും ഫേസിൽ അപ്ലൈ ചെയ്യില്ലെന്ന് പറയുന്നത്. അപ്പൊ ഫസ്റ്റ് നമ്മൾ ഈ ഒരു 3 സ്റ്റെപ്പ് ഫോളോ ചെയ്യാന്നുള്ളതാണ്. സൺസ്ക്രീൻ, ഫേസ് വാഷ്, മോയ്സ്ചറൈസർ ആൻഡ് സൺസ്ക്രീൻ. ഇതിപ്പം ഒരു ലെവല്, അതായത് ഒരു മാസം വരയ്ക്കൊക്കെ ഇത്രയും ഒന്ന് സ്കിന്ന് ഹീലായി വന്നതിന് ശേഷം മാത്രം നമുക്ക് സെറംസ് നമ്മുടെ സ്കിൻ കെയർ റൊട്ടീനിൽ ഇൻക്ലൂഡ് ആക്കാന്നുള്ളതാണ്. അതും തോന്നിയ സെറംസ് ഒന്നും മേടിച്ച് യൂസ് ചെയ്യാനായിട്ട് നിൽക്കരുത്. നമ്മുടെ സ്കിൻ കൺസേൺ ആദ്യം മനസ്സിലാക്കുക. എന്തിനാണോ ബ്ലാക്ക് ഹെഡ് വൈറ്റ് ഹെഡ്സ് ആണോ അതോ ഹൈഡ്രേഷൻ ആണോ അല്ലെങ്കിൽ ബ്രൈറ്റനിങ് ആണോ എന്നുള്ളതൊക്കെ നല്ലതുപോലെ ഒന്ന് നിങ്ങളുടെ സ്കിൻ അനലൈസ് ചെയ്തിട്ട് മാത്രം സെറംസ് മേടിച്ച് യൂസ് ചെയ്യാനായിട്ട് നോക്കുക.
പിന്നെ പെട്ടെന്ന് റിസൾട്ട് കിട്ടുമെന്ന് വിചാരിച്ചിരിക്കുന്നവരടുത്ത് പറയാൻ ഇത്രയേ ഉള്ളൂ. ഇതൊരു ഹീലിംഗ് പ്രോസസ് ആണ്. അത് നല്ലതുപോലെ ടൈം എടുക്കും. നമുക്ക് പേഷ്യൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഇത് മാറ്റിയെടുക്കാൻ പറ്റൂ. വെറുതെ വൈറ്റനിങ് ക്രീംസ് യൂസ് ചെയ്തതിനേക്കാളും നല്ലതല്ലേ സ്കിന്ന് പിന്നെയും കുറച്ച് ടൈം എടുത്താലും ഹീൽ ചെയ്തെടുക്കുക എന്നുള്ളത്. അപ്പൊ മാക്സിമം നമ്മള് സ്കിൻ കെയർ റൊട്ടീൻ ഫോളോ ചെയ്യാനായിട്ട് നോക്കുക. അതുപോലെ തന്നെ ടൈം എടുക്കും. നമ്മളത് അക്സെപ്റ്റ് ചെയ്യുക. നമ്മൾ എന്തായാലും വൈറ്റനിങ് ക്രീംസ് യൂസ് ചെയ്ത് എന്തായാലും നനഞ്ഞു ഇനി കുളിച്ച് കയറാമെന്നുള്ളൊരു രീതി നമ്മൾ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് നോക്കുക. അപ്പൊ അങ്ങനെ സ്കിൻ കെയർ റൊട്ടീൻ ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ സ്കിന്നിൽ നല്ല ചേഞ്ച് വരാൻ തുടങ്ങും. ഓരോ തവണ നമ്മൾ സ്കിൻ കെയർ ചെയ്യുമ്പോഴും നമ്മുടെ സ്കിന്നിന്റെ ഈ ഒരു സെൽസ് ഒക്കെ പുതുതായിട്ട് റീജനറേറ്റ് ചെയ്ത് പുതിയ സെൽസ് ഒക്കെ അവിടെ ഫോം ചെയ്യണം. അപ്പൊ ആ ഒരു ടൈമിൽ തന്നെ നിങ്ങളുടെ സ്കിന്നിലുള്ള പ്രശ്നങ്ങളും അല്ലെങ്കിൽ പോയ സ്കിൻസും ഒക്കെ അതായത് വൈറ്റമിൻ ക്രീംസ് യൂസ് ചെയ്ത് ചീത്തയായ സെൽസ് ഒക്കെ റീജനറേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പൊ അതുകൊണ്ടാണ് സ്കിൻ കെയർ പ്രോപ്പർ ആയിട്ട് ചെയ്യണമെന്ന് പറയുന്നത്. അപ്പൊ ഇനിയെങ്കിലും വൈറ്റനിങ് ക്രീംസ് ഒക്കെ നമ്മുടെ സ്കിന്നിന് നല്ല ഡാമേജ് ആക്കുന്ന ഒരു സംഭവമാണെന്ന് മനസ്സിലാക്കി ഇനിയെങ്കിലും നല്ലപോലെ ഒരു സ്കിൻ കെയർ റൊട്ടീൻ ഫോളോ ചെയ്യാനായിട്ട് നോക്കാം. അപ്പൊ നിങ്ങൾക്കും ഈ ഒരു സ്കിൻ കെയർ റൊട്ടീനെ കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിലും ഏതെങ്കിലും സ്കിൻ ടൈപ്പിന് വേണ്ടിയിട്ട് സ്കിൻ കെയർ റൊട്ടീൻ പറഞ്ഞു തരണമെന്നുള്ളവരെ കമന്റ് ബോക്സിൽ പറയാം. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണേ. അപ്പൊ അത്രയുള്ളൂ. ബൈ.